നമസ്കാരം. റിയാസ് ബി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട അതിഥിയെ കിട്ടിയിട്ടുണ്ട് ബി ടോക്കിലേക്ക്. മറ്റാരുമല്ല, നമുക്കെല്ലാം അറിയുന്ന നിയാസ് പുളിക്കലകത്ത്. പൊളിറ്റീഷ്യനാണ്, നല്ല ബിസിനസ്മാനാണ്. നിയാസ് സാറിനോട് നമുക്ക് ഇന്ന് ബിസിനസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. എന്തൊക്കെയാ വിശേഷങ്ങൾ? നല്ലത്. എന്നെത്തി? നാട്ടിൽ നിന്ന് 2 ദിവസമായി എത്തിയിട്ട്. നമുക്ക് കേരളത്തിലല്ലേ ബിസിനസ്സുകളെ കുറിച്ച്, താങ്കൾ സിഡ്കോയുടെ ചെയർമാനായിട്ട് 5 വർഷക്കാലം ഉണ്ടായിരുന്നു. നമുക്ക് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച് നാട്ടിലുള്ള എന്താണ് ഒരു പൊതുവെയുള്ള കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാം. ഒരു പുതിയ ഓണ്ടർപ്രണർക്ക്, ഒരു പാഷനുള്ള ഒരാളുകൾക്ക് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ പുതിയ ഇന്നോവേഷൻസോട് കൂടി കണ്ടെത്താവുന്ന മേഖലകളാണ് ചെറുകിട വ്യവസായം എന്ന് പറയുന്നത്. ശരിക്കും സിഡ്കോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അല്ലേ? അപ്പൊ ചെറുകിട വ്യവസായങ്ങൾക്ക് തന്നെയാണ് അതിന് പ്രാധാന്യം. 1975 സഖാവ് ടി.വി. തോമസ് വ്യവസായ മന്ത്രിയായ സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായ പരിച്ഛേദം ഉണ്ടാക്കിയ ഒരു മന്ത്രിയാണ് അദ്ദേഹം. വലിയ വിഷനോട് കൂടിയിട്ട് നമ്മുടെ ഗൗരിയമ്മയുടെ ഭർത്താവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ വലിയ വിഷനാണ് കേരളത്തിലെ ഒരുപാട് ഭൂമികൾ സർക്കാരിന്റെ അധീനതയിലാക്കി അത് ചെറുകിട വ്യവസായത്തിന് ഉതകുന്ന രൂപത്തിലേക്ക് അതിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വ്യവസായികൾക്ക് കൈമാറുകയും അതിലൂടെ പിന്നെ ഒരുപാട് വ്യവസായികളെ കണ്ടെത്തുകയും ചെയ്യുക എന്നത് 1975 ചിന്തിച്ച ഒരു പ്രതിഭയായിരുന്നു അന്ന് അദ്ദേഹം. സിഡ്കോയിൽ കീഴിൽ ഏകദേശം 64ഓളം വ്യവസായ എസ്റ്റേറ്റുകളുണ്ട്. അതിൽ ഭൂരിഭാഗവും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. 64ഓളം വ്യാവസായിക എസ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഒരു എസ്റ്റേറ്റ് ഏകദേശം 50-60 ഏക്കറൊക്കെ ഉള്ള, ഏകദേശം 60 ഏക്കർ മുതൽ 1 ഏക്കർ വരെയുള്ള ഓരോ പഞ്ചായത്തിന്റെ കീഴിലുള്ള മിനി വ്യവസായ എസ്റ്റേറ്റും വലിയ വ്യവസായ എസ്റ്റേറ്റുകളും. കോഴിക്കോട് വെസ്റ്റ് വ്യവസായ എസ്റ്റേറ്റ് സിഡ്കോയുടേതാണ്. ഏകദേശം 100-ലധികം വ്യവസായ സ്ഥാപനങ്ങള്, 10,000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഒരു വ്യവസായ എസ്റ്റേറ്റിനുള്ളിൽ. ഈ ശരിക്കും ഇപ്പോൾ കോഴിക്കോട് ഉദാഹരണത്തിന് വെസ്റ്റിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ കോഴിക്കോട് ധാരാളം ചെരുപ്പ് കമ്പനികൾ ധാരാളമുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. മലപ്പുറത്ത് അതേപോലുള്ള എസ്റ്റേറ്റ് ഉണ്ട്, തൃശ്ശൂരും ഉണ്ടാവും, പാലക്കാട്, എല്ലാ അതിലുണ്ടാവും. അപ്പൊ എന്ത് തരം വ്യവസായങ്ങളെയാണ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഏതെല്ലാം? ഓരോ വ്യവസായ എസ്റ്റേറ്റിനും ഓരോ കാറ്റഗറി ഉണ്ടാവുമല്ലോ. നമ്മൾ കോഴിക്കോട് വ്യവസായ എസ്റ്റേറ്റിൽ നിങ്ങൾ പറഞ്ഞ ആ പ്രദേശത്തിനനുസരിച്ച് ഏത് രീതിയിലുള്ള വ്യവസായികളാണ് ഓരോ പ്രദേശം ഓരോ വ്യവസായത്തിൽ രൂപപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ചെറുവണ്ണൂര്, പിന്നെ അല്ലെങ്കിൽ ഫറൂഖിന്റെ ഏരിയകളിലൊക്കെ പ്ലൈവുഡ്, പഴയ കാലത്ത് പ്ലൈവുഡ് തീപ്പെട്ടി കമ്പനികളായിരുന്നു. അത് കഴിഞ്ഞ് ചെരുപ്പ് വ്യവസായത്തിലേക്ക് വരികയും അത് ലോക ബ്രാൻഡുകളിലേക്ക് മാറുന്നൊരവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പെയിന്റ് നിർമ്മാണം കോഴിക്കോട് വലിയ രൂപത്തിൽ, ഇപ്പൊ സിഡ്കോട് വ്യവസായ എസ്റ്റേറ്റില് 6-7 വലിയ പെയിന്റ് കമ്പനികളുണ്ട്. ശരിക്കും ഈ പെയിന്റിന്റെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അത് ആ വ്യവസായികൾക്ക് കൂടുതൽ പറയാൻ പറ്റും. നമ്മുടെ സിഡ്കോ പോലെയുള്ള വ്യവസായ, കേരള ഗവൺമെന്റിന്റെ തന്നെ സിഡ്കോ പോലെ സിഡ്കോ ഉണ്ട്, കിൻഫ്രയുണ്ട്, DIC ഉണ്ട്. ഇവർക്കൊക്കെ വ്യവസായ എസ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻകൽ പോലെയുള്ള വ്യവസായ എസ്റ്റേറ്റ്. നമ്മുടെ മലപ്പുറം ഇൻകൽ വ്യവസായ എസ്റ്റേറ്റ് 220 ഏക്കർ സ്ഥലമാണ്. 220 ഏക്കർ സ്ഥലമാണ്. അവിടെ വരുന്ന വ്യവസായ ജെമ്മ് ഫാക്ടറി, ഡയമണ്ട് ഫാക്ടറി, ഗോൾഡ് മാനുഫാക്ചറിങ്, അങ്ങനെ തുടങ്ങിയപ്പോ ഞങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ആക്ടിവേറ്റഡ് കാർബൺ കമ്പനി. പുതിയ ഇന്നോവേഷൻസ് ദിവസം വന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളിൽ. കോൾഡ് സ്റ്റോറേജ്, പ്രീഫാബ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ നമ്മുടെ മലപ്പുറത്തുണ്ടല്ലോ. നമ്മുടെ മലപ്പുറത്തുണ്ട്. വ്യവസായ എസ്റ്റേറ്റുകളിൽ ഒരു ഗുണം എന്താ പറയുക, ഒരു ചെറിയ വ്യവസായിയെ പോലും ആ സാഹചര്യങ്ങൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 10 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയൊരു വ്യവസായം, ഒരു കുടിൽ വ്യവസായം പോലുള്ള മൈക്രോ വ്യവസായ യൂണിറ്റുകൾ തുടങ്ങിയ ഒരാളെ ചുറ്റുഭാഗത്തുള്ള വലിയ കമ്പനികൾ, ഞാൻ പറഞ്ഞല്ലോ അവിടെ VKCയുടെ വലിയ നിർമ്മാണശാല, VKCയുടെ ഏറ്റവും വലിയ കമ്പനി മലപ്പുറം ഇൻകല്ല. അവാർഡൊക്കെ കിട്ടി. ഏറ്റവും നല്ല പിന്നെ തൊഴിലാളികൾക്ക് പാർപ്പിട സൗകര്യമൊക്കെ ഒരുക്കിയ, പിന്നെ വലിയൊരു ഹൈജീൻ അവാർഡൊക്കെ കിട്ടിയ ഡയമണ്ടിന്റെ ഒരു റിസർച്ച് കേന്ദ്രം പോലും അവിടെ. ഡയമണ്ട് റിസർച്ച് കേന്ദ്രം ഉണ്ട്. ഇപ്പൊ ഡയമണ്ട് അവിടെയാണ്. നമ്മുടെ പിന്നെ 3 ഡയമണ്ട് ഫാക്ടറികളുണ്ട് ഈ മലപ്പുറത്ത്. ഞാൻ പറയുന്നത് ഒരു ചെറിയ വ്യവസായി, ഒരു തീപ്പെട്ടി കമ്പനി അല്ലെങ്കിൽ തീപ്പെട്ടിയുടെ സ്റ്റിക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഏറ്റവും മൈക്രോ അവന്റെ ഭൗതിക സാഹചര്യം വെച്ചുകൊണ്ട് തുടങ്ങിയ ചെറിയൊരു വ്യവസായിയെ വലിയ രൂപത്തിലേക്ക് ഇൻസ്പയർ ചെയ്യും. ഒരു 10, 300, 400 ഒരു സൊസൈറ്റി, ബിസിനസ് സൊസൈറ്റി, അതിൽ എത്രത്തോളം ഇൻസ്പയർ ഉണ്ടെന്ന് ആലോചിച്ചു. ഒരു കമ്മ്യൂണിറ്റി ബിസിനസ്സിലേക്ക് ഉള്ള പ്രാധാന്യം
ഇത്രയൊക്കെ സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും അതാത് ഗവൺമെന്റുകൾ ഒരുക്കിയിട്ടൊക്കെ നമ്മുടെ ജനങ്ങളിലേക്ക് അത് എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ റിസർച്ച് നടത്തേണ്ട ഒരു കാര്യങ്ങൾ പുതിയ തലമുറയെ. തീർച്ചയായിട്ടും നമ്മൾ കേരളം വ്യവസായ സൗഹൃദമല്ല എന്നിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ധാരാളമായിട്ടുള്ള ഇതുപോലുള്ള പദ്ധതികൾ കേരളത്തിലുണ്ട്. പക്ഷെ അത് ഒരു എന്റർപ്രണർ അതിന്റെ നമുക്കറിയാം നിയാസ്ക വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു എന്റർപ്രണർ ആയതാണ്. ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. ഫർണിച്ചറിൽ ധാരാളം ബിസിനസ് ചെയ്യും. ഫർണിച്ചറിൽ എന്തൊക്കെയാണ് നമുക്കുള്ള ഒരു സാധ്യത? 2008 യാദൃശികമായിട്ട് ഞാൻ മരത്തിന്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത്. നിലമ്പൂരിൽ നിന്ന് മരം ഓപ്ഷൻ എടുക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് മരക്കച്ചവടത്തിലേക്ക് ഞാൻ ചെയ്യാത്ത ബിസിനസ്സുകൾ വളരെ കുറവാണ്. ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ബിസിനസിനേക്കാളും ഒരുപാട് പരാജയപ്പെട്ട ബിസിനസ്സുകളുണ്ട്. ധാരാളം. അത് നിങ്ങൾ റീഡ് ചെയ്യൂലല്ലോ. എന്റെ മനസ്സിലുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നതും കുറച്ചൊക്കെ ഇങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും അവനവന്റെ പരാജയങ്ങളെ വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഒരുപാട് ബിസിനസ് അങ്ങനെ മരം ബിസിനസ് ചെയ്യുകയും നാട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് തേക്ക്, നിലമ്പൂര്, നെടുങ്കയം, അരുവാക്കോട് ഇവിടെയുള്ള ഡിപ്പോകളിൽ നിന്നും മരം ഓപ്ഷൻ്റെ അടുത്ത് അതിന്റെ വിൽപ്പന നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് 4-5 വർഷത്തിൽ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മരക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മരത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പൊ ഒരു തേക്കിന്റെ A1, A2, A1, B2 അത് ശരിക്കും A1 എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതിന്റെ ഗ്രേഡ്? നമ്മൾ A1 എന്ന് പറഞ്ഞാൽ ഏകദേശം 70 സെന്റിമീറ്റർ ഡയൽ കൂടുതലുള്ള മരങ്ങൾക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. ഇപ്പൊ 36 സെന്റിമീറ്റർ മുതൽ 49 സെന്റിമീറ്റർ വരെ ഒരു കാറ്റഗറിയും 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ ഒരു കാറ്റഗറി, 70ന്റെ മുകളിലേക്ക് 100 വരെ ഒരു കാറ്റഗറി. അങ്ങനെയാണ് അതിന് ഗ്രേഡിംഗ്. B1, B2, B3 ബ്രിട്ടീഷർ ഉണ്ടാക്കിയ നമ്മൾ മരത്തിന്റെ ഓരോ മരത്തിലും നമ്മൾ ഫോറസ്റ്റ് ആണെങ്കിലും അതില് സീൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നിലമ്പൂരുള്ള തേക്ക് നമ്മൾ കുറച്ചും കൂടെ അതിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നിലമ്പൂരുള്ള തേക്ക് ഇപ്പൊ മലേഷ്യൻ തേക്കുകളുണ്ട്. മലേഷ്യയിലും ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു, ഫർണിച്ചർ ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ ലോകത്തിലെ ഏറ്റവും നല്ല തേക്ക് നിലമ്പൂരാണെന്ന് കേട്ടിട്ടുണ്ട്. അത് തമ്മിലുള്ളൊരു മാറ്റം എന്താണ്? മണ്ണിന്റെ പ്രത്യേകതയാണ്. നിലമ്പൂര് ഗോൾഡൻ കളർ മണ്ണ്, മീൻസ് സ്വർണത്തിന്റെ അംശമുള്ള മണ്ണുണ്ട് എന്നുള്ള രൂപത്തിലേക്ക് സയന്റിഫിക്കലി തെളിയിച്ചൊരു സ്ഥലം. അതിന്റെ കളറ് ഈ മരത്തിനെ സ്വാധീനിക്കുമല്ലോ. അപ്പം നിലമ്പൂർ തേക്കിന്റെ ഗ്രെയിൻസും അതിന്റെ ബ്ലാക്ക് ഗ്രെയിൻസ് കുറവുള്ള ഗോൾഡൻ ഗ്രെയിൻസ് കൂടുതലുള്ള വൈറ്റി ആയിട്ടുള്ള മരമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. അത് അതിനേക്കാളും മനോഹരമായ മരം ഇന്തോനേഷ്യയിലൊക്കെ ഉണ്ട്. ഏറ്റവും ഫെർട്ടിലൈസ്, ഏറ്റവും നല്ല മണ്ണ് ഫെർട്ടിലൈസേഴ്സ് സോയിൽ എവിടെയാണുള്ള, സാൻഡ് എവിടെയാണുള്ള, അതിനനുസരിച്ച് മരത്തിന്റെ കളറും മരത്തിന്റെ ഗ്രെയിൻസും ഒക്കെ വ്യത്യാസപ്പെടും. വേൾഡിലെ ഏറ്റവും വലിയ ഫർണിച്ചർ എക്സ്പോർട്ടേഴ്സ് ആണ് ഇന്തോനേഷ്യ. അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലെ മരത്തിന്റെ ഇതിൽ. എന്താണ് ഇപ്പൊ നമ്മുടെ കേരളവും മറ്റുള്ളൊരു രാജ്യവും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ധാരാളം തേക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഫർണിച്ചർ ഇൻഡസ്ട്രി അത്രത്തോളം ഡെവലപ്ഡ് അല്ല നമ്മുടെ കേരളത്തിൽ. എന്താ തമ്മിലുള്ള ഒരു മാറ്റം? ഒന്ന് പ്രൈസ്, മരത്തിന്റെ പ്രൈസ്. 2 സ്കിൽ ലേബേഴ്സ്, 2 ലേബേഴ്സിന്റെ നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡില് ലേബേഴ്സ് കുറച്ചുകൂടി ചീപ്പസ്റ്റ് ഇന്തോനേഷ്യയിലായിരിക്കും. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ്, ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ മാത്രമല്ല, ഇത്ര സമയം ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടുതൽ ജോലി ചെയ്യാന്ന് ഉള്ള രൂപത്തിലേക്ക് അവർ പോവാ. അവർക്കൊരു ആത്മവിശ്വാസമാണ്. ഞാൻ കുറച്ചും കൂടി 1/2 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അഭിമാനമാണ് അവർക്ക്. നമ്മളൊരു 1/2 മണിക്കൂർ മുന്നേ ഒന്ന് സ്കിപ്പായാൽ വലിയ അഭിമാനിക്കുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ. ആ 2 ചെറിയ വ്യത്യാസമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ പക്ഷേ എന്നാല് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടായിട്ട് ശരിക്ക് ഇന്തോനേഷ്യ മാറിക്കഴിഞ്ഞു. ഈ ഫർണിച്ചർ ബിസിനസ് എങ്ങനെയാണ് അതിന്റെ സാധ്യതകളും? അനന്ത സാധ്യതയുള്ള ഒരു വിഷയം. നമ്മളൊക്കെ ഒരു 10, 20, 30% മാത്രമേ യാത്ര ചെയ്ത് എത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് യാത്ര ചെയ്യാനോ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങള് റിയാസ്ക ഒരു വീടെടുത്തു, നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്തിനായിരിക്കും? ഫർണിച്ചറിലായി. തീർച്ചയായിട്ടും ഇന്റീരിയർ പാർട്ടായിരിക്കും. അതുവരെയുള്ള സമയത്ത് ഏറ്റവും വിശ്വസനായ ഒരാളെ ഏൽപ്പിച്ച് ആരാ ചെയ്യട്ടെ, ഞാൻ എന്റെ ബിസിനസ് ചെയ്യാന്നുള്ള രൂപത്തിലേക്ക് നിങ്ങളൊരു വീടെടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ഡ്രീം സെറ്റ് ചെയ്ത സമയത്താണ് ഇന്റീരിയർ പാർട്ടാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫേർണിച്ചറും വുഡും പാനൽസും ഇന്റീരിയേഴ്സും കാര്യങ്ങളാണ്. ഒരു വീടിന്റെ ഉടമസ്ഥൻ ഏറ്റവും കൂടുതൽ അയാളുടെ കോൺസെൻട്രേഷൻ ആ മൈൻഡ് ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് സമയത്താണ്. അത് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. തീർച്ചയായിട്ടും. അതേപോലെ ബിസിനസ്സിൽ ആക്ടിവേറ്റഡ് കാർബണിന്റെ ഒരു ഫാക്ടറി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു. എന്താണ് ശരിക്കും ഈ ആക്ടിവേറ്റഡ് കാർബൺ? ആക്ടിവേറ്റഡ് കാർബൺ കമ്പനിയിലേക്ക് ഒരു 6 വർഷമായിട്ട് ഞങ്ങള് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയുടെ അവരും ഞങ്ങളും എല്ലാം കൂടി വെഞ്ചറായിട്ടുള്ള
ഒരു പുതിയ ഇന്നോവേഷൻ, വെഞ്ചർ ക്യാപിറ്റൽ എന്ന രൂപത്തിലേക്ക് അത്യാവശ്യം ക്യാപിറ്റലുള്ള ഒരു പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. കോക്കനട്ട് ഷെല്ലാണ് ഇതിന്റെ, ഷെല്ലിൽ എടുക്കുന്ന ചാർക്കോളാണ് ഇതിന്റെ പിന്നെ റോ മെറ്റീരിയൽ. ചിരട്ട കരിയിച്ച് ഭൂമിന്റെ അടിയിൽ വെള്ളം കൂടി ഉപയോഗിച്ച് ബേൺ ചെയ്ത് അതിന്റെ ചാർക്കോളാണ് ആക്ടിവേറ്റഡ് കാർബണിന്റെ റോ മെറ്റീരിയൽ. ചിരട്ടല്ല, ചിരട്ടന്റെ ചാർക്കോളാണ്. ഏകദേശം ഞങ്ങൾ ഒരു ഫാക്ടറിയിൽ ഒരു 30 ടണ്ണോളം ചിരട്ട ഒരു ദിവസം പ്രോസസ് ചെയ്യുന്നുണ്ട്. 30 ടണ്ണ് ചിരട്ട ഒരു ദിവസം ഫാക്ടറിയിൽ ഒരു ദിവസം പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചിരട്ട നമുക്ക് എവിടെ കിട്ടും? കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ ഇഷ്ടമുള്ള ബാക്കിയാണ്. നമ്മള് സാധ്യതകള് നമ്മൾ എന്തിന്റെയും സാധ്യതകൾ നിങ്ങള് ഒരു വാക്ക് ഇതിന്റെ ഇടയിൽ ഉപയോഗിച്ചല്ലോ, കേരളം വ്യവസായ സൗഹൃദമല്ല എന്നുള്ളത്. അല്ല എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ നോക്കിക്കാണുന്നതെങ്കിൽ ലോകത്ത് എവിടെയും വ്യവസായ സൗഹൃദം അല്ലല്ലോ. നിങ്ങൾ ദുബായിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ പിന്നെ പ്രതിസന്ധികളില്ലേ ബിസിനസിന്റെ മുമ്പിൽ. ആ പ്രതിസന്ധി വരുന്ന സമയത്ത് ഇവിടെ സൗഹൃദമല്ല, ഇവിടെ എനിക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് നിങ്ങൾ സ്വയം പിന്നെ വിശ്വസിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇവിടെയും വ്യവസായ സൗഹൃദം ഒന്നും അല്ല. തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള സാധ്യതകൾ നോക്കിക്കാണുന്ന ആളുകളാണ് പിന്നെ സക്സസ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ്. എവിടെയും അത് സൗഹൃദമാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. ഈ സ്ഥാപനത്തിൽ ഒരു തവണ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിയാസ്കേതാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അവിടെ ഇങ്ങനത്തെ ഒക്കെ സ്ഥാപനങ്ങൾ കേരളത്തിലും നമ്മുടെ മലപ്പുറം ജില്ലയിലാണല്ലോ, മലപ്പുറം ഇങ്കലിലാണല്ലോ അത് ഉള്ളത്. ഇത്രയും വലിയ സ്ഥാപനങ്ങൾ നമുക്ക് കഴിയോ? അതിന്റെ മാർക്കറ്റ് ശരിക്കും എവിടെയാണ്? കേരളമാണോ? അല്ല, ജർമ്മനിയാണ്. ആക്ടിവേറ്റഡ് കാർബൺ ഏറ്റവും കൂടുതൽ വേൾഡിന് പ്രോസസ് ചെയ്ത് പിന്നെ സംഭാവന ചെയ്യുന്നത് ജർമ്മനിയാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉള്ള ജർമ്മനി. ഇപ്പൊ നെതർലാൻഡ്, യൂറോപ്യൻ കൺട്രീസ്, നെതർലാൻഡിലേക്കും ഈവൻ സൗദി അറേബ്യയിലേക്കും എമിറേറ്റ്സിലേക്കും ഒക്കെ വരുന്നുണ്ടല്ലോ ചിരട്ട. മൈനിങ് പ്രോസസ്സിന് ഫുള്ള് ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ചിരട്ട എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ പിന്നെ നമ്മുടെ ബ്രെയിനിൽ വരുന്ന സാധനം കാറ്റിലിറ്റ, വെള്ളം ശുദ്ധീകരിക്കാനുള്ള കാറ്റലിസ്റ്റ് ഫിൽറ്ററിന്റെ ഉള്ളിലുള്ള കാറ്റലിസ്റ്റ് ചിരട്ടന്റെ ആക്ടിവേറ്റഡ് കാർബൺ ആണെന്ന് കുറച്ച് വിവരമുള്ള ഒരാളുകളുടെ പരമാവധി വിജ്ഞാനമാണ് ചിരട്ടന്റെ ഉപയോഗം ഇതാണെന്നുള്ളത്. ഇതിന്റെ ഏറ്റവും കൂടുതൽ എന്ത് ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസിന്റെ എന്തിന്റെയും സെഗ്രിഗേഷന് ആക്ടിവേറ്റഡ് കാർബൺ വേണം. ക്ലീനിങ്, പ്രോസസിങ്, എല്ലാ അള്ളാഹു ഭൂമിയുടെ അടയിൽ പിന്നെ ഇങ്ങനെ വെച്ചിട്ടുള്ള എന്ത് സംഭവം സെഗ്രിഗേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ ആക്ടിവേറ്റഡ് കാർബൺ അനിവാര്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ സൗദി നമ്മുടെ പിന്നെ ഒരു കസ്റ്റമറാണ്. സൗദിയിലെ എല്ലാ വേൾഡില് ഏറ്റവും കൂടുതൽ എക്സിബിഷൻ നടക്കുന്നത് ഇപ്പൊ ആക്ടിവേറ്റഡ് കാർബണാണ്. പിന്നെ അങ്ങനെ സിംഗിൾ എക്സിബിഷൻ നടക്കുന്നത് നെതർലാൻഡ്. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഇത് ചെയ്തത് ജർമ്മനി. ഇതിന്റെ അപ്പുറത്തുള്ള കാര്യം എന്താ പറയുക, ഏറ്റവും കൂടുതൽ ലോകത്തിന് സംഭാവന ചെയ്യുന്നത് മലയാളിയാണ്. അത് ശരി, മലയാളികളാണ്. ഇത് ഗൾഫാറാണ്. ഇതിന്റെ കുത്തക ഗൾഫാറാണ്. ഏഷ്യൻ കുത്തക ഈ ആക്ടിവേറ്റഡ് കാർബണിന്റെ ഗൾഫാർ. എത്ര വർഷം മുമ്പ് പറയാം, 30-35 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ പിന്നെ ഒരു സംരംഭം ആക്ടിവേറ്റഡ് കാർബൺ. എനിക്കും ഇത് സ്പാർക്ക് ചെയ്ത അദ്ദേഹത്തിൽ നിന്നാണ്. ഞാൻ അദ്ദേഹമായിട്ടുള്ള ഒരു വിസിറ്റില് പിന്നെ അദ്ദേഹം ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് എന്ന രൂപത്തിലേക്ക് പ്രസന്റ് ചെയ്ത സംഭവം. ഗ്രാഫിൽ എന്നുള്ള പദമൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന അദ്ദേഹത്തിന്റെ. അതിന്റെ അപ്പുറത്ത് കുറച്ചൊക്കെ വായിക്കുമെന്ന് നമ്മുടെ ഒരു ബിസിനസ് ഒരു മൈൻഡ് ഉണ്ടായിട്ട് പോലും ഗ്രാഫിൽ നിന്ന് നമ്മൾ കേട്ടിട്ടൊന്നുമില്ല. അവിടുന്ന് തുടങ്ങിയ റിസർച്ച് ആയിരുന്നു ഈ സംഭവങ്ങൾ. തൂത്തുകുടി, നമ്മുടെ സൗത്ത് ഇന്ത്യയില് തൂത്തുകുടിയാണ് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റഡ് കാർബൺ. ഏറ്റവും കൂടുതൽ ഷെല്ല് പോകുന്നത് കേരളത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഷെല്ല് പോകുന്ന കേരളത്തിലാണ്. ഫാക്ടറി തുടങ്ങിയത് തൂത്തുകുടിയിലാണ്. അത് ശരി. ഞാൻ പറഞ്ഞപ്പോ നമുക്ക് പിന്നെ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ROI വന്നല്ല, സമീപകാലത്ത് തുടങ്ങിയ ബിസിനസ്സിൽ ഏറ്റവും പെട്ടെന്ന് ROI ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം ഈ ആക്ടിവേറ്റഡ് കാർബണിന്റെ ഫാക്ടറിയാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ സംരംഭമാണ്. നമ്മുടെ കേരളത്തിലുള്ള തേങ്ങ ബൈ പ്രോഡക്റ്റ്, തേങ്ങയ്ക്ക് ഇപ്പം നല്ല വില ഉണ്ട്. ഈ ചിരട്ട ഇതുപോലുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് നമുക്കുണ്ടാക്കാവുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നമുക്കുണ്ടാക്കുന്ന ഏറ്റവും നല്ല ബൈ പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ഇത്തരം സംരംഭങ്ങൾ. അതുപോലെ തന്നെ വളരെ വൈവിധ്യമാർന്ന ധാരാളം മറ്റു സംരംഭങ്ങളും നിയാസ്ക ചെയ്യുന്നുണ്ട്. ഫിഷ് ആയിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായിട്ട് ബിസിനസ്സാണ് ഫിഷ്. എന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് പിന്നെ വാപ്പയുടെ വാപ്പ സ്കൂളിലൊന്നും പോകാത്ത നല്ലൊരു ഓണ്ടർപ്രണർ ആയിരുന്നു. ഞാനൊന്നും ഇപ്പോൾ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ടില്ല എന്നുള്ള വ്യക്തമായ വിശ്വാസമുള്ള ഒരാളാണ്. ഫസ്റ്റില് പിന്നെ ഒരു കാലത്ത് ഇപ്പൊ ഏറ്റവും സീ ഫുഡില് വാല്യൂ ഉള്ള ചെമ്മീൻ നമ്മൾ ഭക്ഷിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ചെമ്മീൻ ഭക്ഷിക്കാത്ത കാലം, മീനെന്നെടുത്ത് പിന്നെ പുറത്തേക്ക് എറിയുന്ന ഒരു കാലം. ഇപ്പൊ കടൽപ്പുഴുവിനെ എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെ ചെമ്മീനെ കണ്ടൊരു കാലം. കോളറൊക്കെ വന്ന സമയത്ത് പിന്നെ ചെമ്മീൻ കഴിച്ചിട്ടാണ് കോളറ വന്നത്. അത് കഴിക്കാൻ പാടില്ലാത്ത സാധനം എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ പൂർവികരായ ആളുകൾ പറഞ്ഞു കേട്ട കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ചെമ്മീൻ എക്സ്പോർട്ടേഴ്സിന് ചെമ്മീൻ എടുത്തു കൊടുക്കുന്ന ഒരു ഏജന്റ് ആയിട്ട് വലിയ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മത്തിയുടെ ഫിഷ് ഓയിൽ ഉണ്ടല്ലോ, ഒമേഗ 3 ഏറ്റവും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ, അതിങ്ങനെ പിന്നെ ഇങ്ങനെ ആട്ടുന്ന മത്തി ആട്ടിയിട്ട് ഓയിൽ എടുക്കുന്ന
ഏകദേശം മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സംരംഭകരിൽ ഒരാള് വല്യപ്പ. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഐസ് ഫാക്ടറി എന്നുള്ള രൂപത്തിലേക്ക് സ്ഥാപിച്ചിട്ടുള്ളത്, ഫ്ലോർ മില്ല് സ്ഥാപിച്ചതിലൊക്കെ ആദ്യത്തെ ഒരു 10 പേരില് ഈ സ്കൂളിൽ പോലും പോവാത്ത വല്യപ്പേടം പിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു ബിസിനസിന്റെ ഒരു മെന്റർ പാരമ്പര്യം തന്നെ ബിസിനസ് ആണെന്ന് വെച്ചാൽ വല്യപ്പയിൽ നിന്നാണ് നമ്മൾ ഈ ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ഇന്നും ഞാൻ ചെയ്യുന്ന ബിസിനസ് ഒക്കെ വല്യപ്പ ചെയ്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു മെയിൻ പോർട്ട്ഫോളിയോ ആണ്. വല്യപ്പ നന്നായി ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ട്രാവൽ ചെയ്തപ്പോ നമ്മളൊരു ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഏത് സ്ഥലത്ത് പോയാലും പിന്നെ അദ്ദേഹം അവിടെ ലാൻഡ്മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രെയിനിനും ബസ്സിനൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെന്റർ ആരാണെന്ന് ചോദിച്ചാൽ ബിസിനസ്സിലെ മെന്റർ നമ്മളെ പറഞ്ഞ ബിൽ ഗേറ്റ്സിനെയും പിന്നെ അതുപോലുള്ള വലിയ ആളുകൾ പറയുമ്പോൾ പറയുമ്പോൾ ഞാൻ എന്റെ വല്യപ്പനെ പറയാം. വല്യപ്പയാണ് എന്റെ മെന്റർ എന്നുള്ള രൂപത്തിലേക്ക് ഞാൻ എന്റെ മക്കളിലേക്കും ആ ഒരു സ്പാർക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഐസ് ഫാക്ടറി നമ്മളൊരു മെയിൻ പോർട്ട്ഫോളിയോ ബിസിനസ് ആണ് ഇപ്പോഴും. പിന്നെ ഇങ്ങനെയുള്ളൊരു അവസരമൊന്നുമല്ലാതെ എന്താണ് നിങ്ങൾ ബിസിനസ് വെച്ചാൽ മീൻ കച്ചവടം ഐസ് ഫാക്ടറി എന്ന് പറയാം. നല്ലൊരു ബിസിനസ്സാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ എന്റെ 9th 10th മിഡിൽ വെക്കേഷനിലാണ് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത്. അത് ആദ്യമായിട്ട് ഐസ് ഫാക്ടറിയിലാണ്, വാപ്പയുടെ ഫാക്ടറി. പക്ഷെ വാപ്പ NRI ആയതുകൊണ്ട് വല്യപ്പ തീരുമാനിച്ചു 300 രൂപ ശമ്പളവും ഒരു ബ്ലോക്ക് ഐസ് വിറ്റാൽ 50 പൈസ കമ്മീഷനും. ചെറുപ്പത്തിൽ ആ സ്കൂൾ പഠിക്കുന്ന അത് 29 ദിവസം പോയിട്ടുണ്ടെങ്കിൽ 10 രൂപ കട്ട് ചെയ്യും. അത് ശരി. 2 ദിവസം ലീവ് എടുത്താൽ, സൺഡേ പോലും ലീവ് എടുത്താൽ പിന്നെ 250, 4 സൺഡേ ലീവ് എടുത്താൽ 260 കിട്ടുള്ളൂ. അത് ശരി. അപ്പൊ അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്ര വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കച്ചവടക്കാരനായിരുന്നു. വാപ്പയുടെ പൂട്ടിയിട്ട് ഒരു ഫാക്ടറി ഏറ്റെടുത്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ബിസിനസ്. ഈ Omega-3 നിർമ്മിക്കുന്ന കമ്പനി ഇപ്പോഴും ഉണ്ടോ? എന്താ Omega-3ക്ക് ഓയിൽ സപ്ലൈ ചെയ്യലായിരുന്നു. പത്തി ആട്ടിയിട്ട് അതിന്റെ എണ്ണ കൊടുക്കും, പിന്നെ അതിൽ നിന്ന് അവർ പ്രോസസ് ചെയ്തിട്ട് പ്രോസസ് ഒക്കെ വലിയ വലിയ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികളാണ്. ഇപ്പൊ നമ്മള് ആക്ടിവേറ്റഡ് കാർബണിന്റെ മൈനിങ്ങിന് മാത്രമൊന്നുമല്ലല്ലോ, നമ്മുടെ മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആക്ടിവേറ്റഡ് കാർബൺ കൊണ്ട് പിന്നെ നിർമ്മിക്കുന്നുണ്ട്. മെഡിസിന്റെ ചില കണ്ടന്റ് ആയിട്ട് ആക്ടിവേറ്റഡ് കാർബൺ പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോസ്മെറ്റിക് ആയിട്ട് പിന്നെ ഇത് പോകുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ റിയാസ് ഭായ്, ദൈവം ഉണ്ടാക്കിയ ഒരു തേങ്ങ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഉള്ളിലുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു ചിരട്ടയുടെ സാധ്യതകൾ ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളിപ്പോ കണ്ടെത്തിയതിന്റെ പകുതിയെ കണ്ടെത്തിയിട്ടുണ്ടാവുള്ളൂ. ഇനി ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടെത്താണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയെടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് ലോകത്ത് അത്ര തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ പടച്ചാമ്പലുണ്ടാക്കി പ്രോഡക്റ്റ് മുഴുവൻ ഉപയോഗപ്രദമാക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും വല്ല പ്രാരാബ്ദം ഉണ്ടാവും. അത് മാത്രമല്ല, കേരളം ശരിക്കും ഒരു സമ്പന്ന സ്റ്റേറ്റായി മാറേണ്ട ഒരു അവസരമുണ്ട്. കാര്യം ഈ തേങ്ങ എന്ന് പറയുന്ന അത്രയും തെങ്ങിൽ നിന്ന് തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. തേങ്ങയിൽ നിന്ന് തേങ്ങ മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുക, കേരളം പിന്നെ വലിയൊരു ഏകദേശം മുഴുവൻ പിന്നെ പ്രദേശങ്ങളും കടലോരങ്ങളാണ്. അതിലുണ്ടാകുന്ന ഫിഷ്, നമ്മള് ഫിഷ് പിന്നെ അതിന്റെ മാർക്കറ്റ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ വില കുറയുകയും കുറവാണ് അതിന്റെ ലഭ്യതയെങ്കിൽ വലിയ രൂപത്തിലേക്ക് വില വർദ്ധിക്കുകയും ചെയ്യുന്ന കാലത്ത് ഇതിനെ ഏത് സമയത്തും നമുക്ക് പ്രോസസ് ചെയ്യാനും വീണ്ടും ഉപയോഗിക്കാനും അതിനുള്ള സാധ്യതകൾ കണ്ടെത്തിയാൽ തന്നെ കേരളത്തിന് സാധ്യത എത്ര ഉണ്ടാവും. മത്സ്യസമ്പത്ത് കൊണ്ട് മാത്രം സമ്പന്നരായ എത്ര രാജ്യങ്ങൾ ലോകത്തുണ്ടെന്ന് നമുക്കത് വേണ്ടത്ര കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ചു. ഓരോ ഫിഷിനെയും പിന്നെ നമുക്ക് ലോകത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി കൊടുക്കാന്ന് നമുക്ക് തീരുമാനിക്കല്ലോ. അറേബ്യൻ സീയിലെ ഫിഷ് പിന്നെ അതിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിലൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു സംഭവം. മികച്ചു നിൽക്കുന്ന സംഭവം കടൽ മീനുകളാണല്ലോ. സീ ഫുഡ് മാത്രം, സീ ഫുഡ് പല സ്ഥലത്തും പല ടേസ്റ്റ് ആണ്. നിങ്ങള് ഇവിടുന്ന് ഉണ്ടാവുന്ന കടല് പിന്നെ റെഡ് സീ ആണെങ്കിൽ ഏത് കടലിൽ നിന്ന് കിട്ടുന്നു, നമ്മുടെ നാട്ടിൽ ഒരു ടേസ്റ്റ് എത്ര വ്യത്യാസം ഉണ്ടെന്ന്. ഒമാന്റെ മത്തി ഭയങ്കര ഫേമസ് ആണ്. ശ്രീലങ്കന്റെ അയക്കൂറ ഭയങ്കര ഫേമസ് ആണ്. ഇന്തോനേഷ്യയുടെ പിന്നെ ആഗോലി ഭയങ്കര ഫേമസ് ആണ്. ഓരോ ഫിഷിനും ഓരോ പ്രദേശവുമായിട്ട് അതിനെ പിന്നെ ബന്ധപ്പെട്ട് ടേസ്റ്റിലൊക്കെ വലിയ വ്യത്യാസം. ഞാൻ പറയുന്നൊരു കാര്യം, നമ്മുടെ സാധ്യതകൾ, ഞാനിപ്പോ ആക്ടിവേറ്റഡ് കാർബണിന്റെ കോക്കനട്ട് ഷെല്ലിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ സാധ്യതകൾ അത്ര ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിനെയും അതിന്റെ അനന്തമായ സാധ്യതകൾ എന്താണ് എന്ന് റിസർച്ച് ചെയ്യാനുള്ള ഒരു റിസർച്ച് വിങ് പിന്നെ നമ്മുടെ ഓരോ പ്രദേശങ്ങളും ഗ്രാമങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഓരോ വ്യക്തിയുടെ ഓരോ ഇന്നോവേഷനിലെ അങ്ങനത്തെ റിസർച്ച് വിങ് കേരളത്തിലുണ്ടോ? അങ്ങനത്തെ നമുക്ക് പുതിയ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും റിസർച്ച് ഡെവലപ്മെന്റ് റിസർച്ച് ഉണ്ട്. അതിനെ സ്വീകരിക്കുവാനുള്ള ആളുകളുടെ കപ്പാസിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. ഓരോ വർഷവും ഓരോ ബഡ്ജറ്റിന്റെ മുമ്പും ഓരോ പിന്നെ കമ്മിറ്റികളും ഓരോ കാര്യങ്ങളും ഗവൺമെന്റ് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടല്ലോ. ജനങ്ങൾ അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ള എനിക്ക് ആശങ്കയുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ ഒറ്റ കാര്യം ആലോചിക്കും. അപ്പൊ നിങ്ങളൊക്കെ നല്ല ഓണ്ടർപ്രണേഴ്സാണ്. ഞാൻ ആക്ടിവേറ്റഡ് കാർബണിന്റെ കമ്പനി ഉണ്ടാക്കിയല്ലോ. ഞങ്ങൾ ആക്ടിവേറ്റഡ് കാർബണിന്റെ കമ്പനി ഉണ്ടാക്കി.
ഗവൺമെന്റ് ഞങ്ങളെ ഏകദേശം 2 കോടി രൂപയോളം സഹായിച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഗവൺമെന്റ് സഹായിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ ഞങ്ങൾ പിന്നെ സബ്സിഡി ഉണ്ട്, അങ്ങനെ ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു, അതിന്റെ കൺസൾട്ടന്റിനെ ഏൽപ്പിച്ചു, അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ അതൊരു പിന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു എന്നുള്ള രൂപത്തിലേക്ക് ഗവൺമെന്റ് ഇങ്ങോട്ട് വന്നിട്ട് 50 ലക്ഷം രൂപ കൊണ്ടേക്കൂടി നമ്മൾ തന്നിട്ടുണ്ട്. ഇത് കണ്ടെത്താൻ നമ്മളെ ജനങ്ങൾക്ക് കഴിയാതെ നമ്മളിങ്ങനെ പരിതപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ റിയാസ് ഭായി? നമ്മുടെ നമുക്കുള്ള റൈറ്റ്സ് എന്താണെന്നുള്ളത്, നമുക്കുള്ള റൈറ്റ്സ് എന്താണെന്നുള്ളത് അതിനെ തേടി നമ്മൾ പോകേണ്ടതുണ്ട്. ഒരു പിന്നെ എത്രത്തോളം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് എത്രത്തോളം പഠനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഒരുപാട്, ഇപ്പൊ ഞാൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, എന്റെ നെഗറ്റീവ് വശം ഞാൻ പറഞ്ഞത്, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ പരാജയപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. നല്ല കാര്യമൊന്നുമല്ലല്ലോ, എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പഠിക്കാതെ പോയി ചെയ്തിട്ടല്ലേ, ഇന്നത്തെ തലമുറ പഠിക്കാതെ പോയി ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞു ചെരുപ്പിന്റെ കമ്പനി ഉണ്ട്. ഇപ്പൊ നമുക്ക് കോഴിക്കോട് പറഞ്ഞ പോലെ 150 200 പോലും കമ്പനികൾ നമ്മൾ ആ കോഴിക്കോട് ഏരിയകളിലുണ്ട്. വെസ്റ്റില്, അതേപോലെ നമ്മുടെ ഫറൂഖ് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഇത്തരം കമ്പനികൾ, ചില കമ്പനികളൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത്തരം കമ്പനികൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് മാർക്കറ്റ് ചെയ്യലാണല്ലോ അതിന്റെ പ്രധാന കാര്യം. ഇപ്പം നമ്മൾ ചൈനയിലൊക്കെ പോകുമ്പോൾ ധാരാളമായ ഫെയറുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് തലത്തിൽ, ഒരു പൊളിറ്റീഷ്യനും കൂടി ആയതുകൊണ്ട് ചോദിക്കുന്നു, ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ? കൺസോർഷ്യം ബിസിനസ് ഡെവലപ്മെന്റ് എന്നുള്ള സ്കീമുണ്ട് സർക്കാരിന്. ഇപ്പം കണ്ണൂര് തുണി വ്യവസായികളുടെ, കേരളത്തിൽ ഭയങ്കര ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ചെയ്തൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്തുണ്ട്. ഞങ്ങളുടെ പരപ്പനങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ തോർത്തുമുണ്ടുണ്ടല്ലോ, ചെട്ടിയന്മാർ, ചെട്ടികൾ എന്ന് പറയുന്ന ഒരു സമുദായം, ഒരു സമുദായമുണ്ട്. അവരുടെ മെയിൻ കാര്യം ടെക്സ്റ്റൈൽ പിന്നെ ഉൽപാദനം, തോർത്ത്, കോറ, അങ്ങനെ പറഞ്ഞ സംവിധാനങ്ങൾ, നമ്മുടെ മല്ല്, ഇതൊക്കെ പരപ്പനങ്ങാടിയിൽ ഒരുപാട് വീടുകളുടെ കുടിൽ വ്യവസായമായിട്ട് ഉണ്ടാക്കുകയും ഇത് സ്വാതന്ത്ര്യത്തിന്റെ മുന്നും ഈവൻ ആ സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ ഇതിനെ പിന്നെ ഒന്നിച്ച് പിന്നെ ഒരു കൺസോർഷ്യം എന്നുള്ള രൂപത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ഒന്നിച്ച് നമ്മൾ കളക്ട് ചെയ്ത് ഒന്നിച്ച് വിപണനം ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു. വലിയ രൂപത്തിലേക്ക് ഓരോ പ്രദേശത്തും അങ്ങനെയുള്ള, ഇപ്പൊ ഫറൂഖിൽ ഓട് വ്യവസായം, കുടിൽ വ്യവസായമായിട്ട് ഓടുകൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഓടൊക്കെ പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കാലത്ത് എക്സ്പോർട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ പിന്നെ കളക്ട് ചെയ്യും പല സ്ഥലത്തുനിന്നും. ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കളക്ട് ചെയ്ത് ഒന്നിച്ചൊരു വിപണനം സെൻട്രലൈസ് ചെയ്ത് ഒന്നിച്ച് വിപണനം ചെയ്യുന്ന ഒരു കാര്യം, അതിന്റെ പ്രോഫിറ്റ് ഷെയറിങ്, അവരുടെ പ്രൊഡക്ഷന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കും. ഈ ഒരു സംവിധാനം ഗവൺമെന്റിൽ ഉണ്ടല്ലോ. സെൻട്രൽ ഗവൺമെന്റ് ബിസിനസ് കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ഇപ്പോൾ ഫർണിച്ചർ ബിസിനസ് ഒരു 10-20 ഫർണിച്ചർ വ്യവസായികൾ ചേർന്നുകൊണ്ട് നമ്മുടെ അങ്കമാലി കൊരട്ടിയില് ഒരു ഫർണിച്ചർ പാർക്ക് സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത്. 300 കോടി രൂപയുടെ പ്രോജക്റ്റ്. ആ 300 കോടി രൂപയുടെ പ്രോജക്റ്റിലേക്ക് 30% 90 കോടി രൂപ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് വാങ്ങിയിട്ടുണ്ട്, സ്ഥാപനം നടന്നിട്ടുണ്ട്. കണ്ണൂർ ഇതേപോലെ ടെക്സ്റ്റൈൽ കൺസോർഷ്യം ഉണ്ട്. ടെക്സ്റ്റൈൽ കൺസോർഷ്യം ഉണ്ട്. നമ്മൾ റിയാസ് ഭായ്, ഇപ്പൊ നിങ്ങൾ നല്ലൊരു ഓണ്ടർപ്രണറാണ്. നാട്ടിലും പിന്നെ വിദേശത്തൊക്കെ ഇതിനെപ്പറ്റി റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഓണ്ടർപ്രണർ എന്ന് ഞാൻ മനസ്സിലാക്കി. കുറഞ്ഞ സമയത്ത് നമ്മളുടെ സൗഹൃദത്തിൽ ഞാൻ മനസ്സിലാക്കി റിസർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള. നമ്മൾ 2 കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭാഗ്യത്തിന്, പിന്നെ അവരെന്നെ പറയും ഞാൻ ഭാഗ്യത്തിന് കണ്ട്, നമ്മളൊക്കെ ഭാഗ്യത്തിനോട് കൂടെ നമ്മുടെ പ്രവർത്തനം വലിയൊരു രൂപത്തിൽ പങ്കുവച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രവർത്തനവും ഹാർഡ് വർക്കും നമ്മുടെ അത് പങ്കുവച്ചിട്ടുണ്ട്. 2 തരത്തിലുള്ള ആളുകളാണ്. ഒരു ചെറിയൊരു ബൂഫിയ തുടങ്ങി, അവിടെ കുറെ ആളുകൾ വന്നു, അവര് ഇഷ്ടംപോലെ ചായയും കടിയൊക്കെ തന്നു. അങ്ങനെ അത് പിന്നെ കുറച്ച് ബ്രാഞ്ചുകളായി പോയി. ഭാഗ്യം കൊണ്ട് അങ്ങനെ നന്നായി പോയ കുറെ ആളുകൾ. നമുക്കൊക്കെ ഭാഗ്യത്തെക്കാൾ കൂടുതൽ നമ്മുടെ പരിശ്രമത്തിന്റെ റിസൾട്ടാണ് വന്നിട്ടുണ്ട്. ഹാർഡ് വർക്കിംഗ്. നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ആലോചിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് എത്ര ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട്? വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തന്റെ പ്രകടനപരതയുള്ള ഒരു സക്സസ് കണ്ടിട്ട് ഇപ്പുറത്തുള്ള ഒരാൾ പോയി ബിസിനസ് തുടങ്ങുന്നില്ലേ? അതാണ് തെറ്റ്. അത് ശരിക്കും തെറ്റാണ് തീർച്ചയായിട്ടും. അതായത് അയൽവാസി ഒരു ടെക്സ്റ്റൈൽ തുടങ്ങി, അവൻ 100% ലോൺ എടുത്ത് ഒരു കാറ് വാങ്ങി. ആ കാറ് കുറച്ച് വലുതായിരുന്നു. ഇപ്പുറത്തുള്ള വീട്ടുകാരൻ ചിന്തിക്കുകയാണ്, ആ കാറൊക്കെ വാങ്ങിയത് ഒരു കൊല്ലം കൊണ്ട് അവൻ കാറ് വാങ്ങി, ഞാനൊന്ന് പോയി തുടങ്ങിയാലോ. അവന്റെ വീട്ടിലെ മുഴുവൻ വിഭവങ്ങൾ എടുത്ത് വിറ്റിട്ട് അവൻ തുടങ്ങാൻ പോവാ പുതിയൊരു സ്ഥാപനം. അവർക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണ ഉണ്ടാവില്ല, അവന് സ്കില്ല് ഉണ്ടാവില്ല, പാഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് ബിസിനസ് നമ്മൾക്ക് ഓരോ ഗ്രാമങ്ങളിൽ വരുന്നില്ലേ? എന്റെ ഒക്കെ റീഡിങ്, നമ്മളിപ്പോ കേരളത്തിലെ ഓരോ അങ്ങാടികളിലും ബിസിനസ് നടത്തുന്ന ആളുകളിൽ ഒരു 30% മാത്രമേ സക്സസ് ഓണ്ടർപ്രണേഴ്സ് ഉള്ളത്. 70% ബിസിനസ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സ്ട്രഗിൾ ചെയ്ത് പോവാം. അന്ന് രാത്രി മരിച്ചു കഴിഞ്ഞാൽ വലിയ സംഖ്യയുടെ കടത്തിന്റെ കെട്ടുകളാണ് ഞങ്ങളെ പോലത്തെ പൊതുപ്രവർത്തകരെ എടുത്ത് വരിക. അതെങ്ങനെ നമ്മൾ ഇനി എന്താ ചെയ്യാ, സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്.
അവിടെ നമ്മൾ നടക്കേണ്ട സംഭവം എന്താ പറയുക, അത് സാമുദായിക സംവിധാനങ്ങളിലും ഗവൺമെന്റ് സംവിധാനങ്ങളിലും ഓരോ കൂട്ടായ്മയുടെ ഈവൻ റെസിഡൻസ് അസോസിയേഷൻ വലിയ രൂപത്തിൽ വ്യാപകമുണ്ട്. ഇതിന്റെയൊക്കെ കീഴിൽ നടക്കേണ്ടത് ഈ ഒരു എഡ്യൂക്കേഷൻ പുതിയ തലമുറയിലേക്ക് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ബിസിനസ് എഡ്യൂക്കേഷൻ എന്നുള്ള രൂപത്തിലേക്ക്. കേരളം ഡെൻസിലി പോപ്പുലേറ്റഡ് ആണ്, നല്ല ജനസംഖ്യയുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ശരിക്കും നമ്മുടെ HR നമ്മുടെ ജനങ്ങള് ലോകത്തിന്റെ നാനാഭാഗം യുഎയിൽ തന്നെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം കേരളീയരുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ശരിക്കും നമ്മുടെ HR-നെ നമ്മുടെ ഇത്തരം സ്കിൽഡ് ലാബേഴ്സിനെ യൂസ് ചെയ്യണതിൽ നമ്മുടെ ഗവൺമെന്റും ഇൻഡസ്ട്രീസും വിജയിച്ചിട്ടുണ്ടോ? ട്രെയിൻ ചെയ്യണതിലൊക്കെ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജനങ്ങൾ അതിന്റെ അത് സ്വീകരിക്കുന്ന ആ മെത്തഡോളജി ഉണ്ടല്ലോ, അതിൽ വരുന്ന അപാകതകൾ പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ള സത്യം. മൈൻഡ് സെറ്റ് മാറിയിട്ടില്ല, ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയിട്ട്. അതായത് നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഒരു രൂപം ഉണ്ടല്ലോ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, ഞങ്ങൾ ജനിച്ച ഞങ്ങളുടെ ജന്മസ്ഥലം ഇതിനൊന്നും പറ്റിയതല്ല എന്നുള്ള ധാരണ ആരൊക്കെയോ തലയുടെ ഉള്ളില് അങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ധാരണയുമായിട്ട് നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് പ്രോസസ്സ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനം വരും. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ കുലത്തൊഴിലുകളുണ്ട്. ഇപ്പം നമ്മൾ കല ഉണ്ടാക്കുക, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പായ ഉണ്ടാക്കല്, മുണ്ടുണ്ടാക്കല്, ഇങ്ങനത്തെ ഉള്ള കുലത്തൊഴിലുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതൊരു സമൂഹം തന്നെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കൊണ്ടുവന്നിരുന്നു. അത് നിന്നതിന് ശേഷം പുതിയ ഒരു ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു വ്യാവസായിക അന്തരീക്ഷം കേരളത്തിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. നേരെ മറിച്ച് ഇപ്പം പുതിയ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സപ്പോർട്ടിങ്ങും അതേപോലെ ട്രേഡ് ഫെയറുകൾ കേരളത്തിൽ വലിയ നമുക്ക് എക്സിബിഷൻ നടത്താൻ പറ്റിയ ഒരു എക്സിബിഷൻ ആളുപോലും നല്ലതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഉണ്ടായി വരേണ്ടതുണ്ട് പുതിയ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ നമ്മൾ IT സൗഹൃദമാണ് കേരളം എന്ന് പറയുന്നത്. IT ഇൻഡസ്ട്രി പുതിയ ഇൻഡസ്ട്രിയിലേക്ക് വഴിമാറി. അപ്പം നമ്മുടെ ഈ പുതിയ തലമുറയോട് എന്താണ് ഈ രംഗത്ത് പറയാനുള്ളത്? പുതിയ തലമുറ വലിയ ഔട്ട്പുട്ടുള്ള അല്ലെങ്കിൽ വലിയ ഇൻപുട്ടുള്ള ഒരു വിഭാഗമാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല. വലിയ നല്ല കാലിബറുള്ള ഒരു വിഭാഗം. ഇവരുടെ കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെടണം. ഇവരൊരു സാമൂഹ്യ ജീവി കൂടിയായി മാറുകയും അവരൊരു കൂട്ടായ്മയെ സ്വയം ക്രിയേറ്റ് ചെയ്യുകയും അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ ഓരോരുത്തർക്കുമുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇരിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ആ ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതകളെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു യൂണിയൻ എന്നുള്ള രൂപത്തിലേക്ക് ഒരു സൊസൈറ്റി രൂപപ്പെടേണ്ടതുണ്ട്. ഓരോ പാഷൻസ് സോഷ്യലിസ്റ്റ് ഒരു സൊസൈറ്റി വരേണ്ടതുണ്ട്. അങ്ങ് ചൈനയിലുണ്ടായ ഡെവലപ്മെന്റ് അതല്ലേ. ചൈനയിലെ ഡെവലപ്മെന്റ് നോക്കൂ, ഇംഗ്ലീഷ് അറിയാത്ത ഒരുപക്ഷെ കേരളവുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വേൾഡ് ലാംഗ്വേജുകൾ അറിയാത്ത, ഭാഷകൾ അറിയാത്ത, നല്ല രൂപത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത ഭയങ്കര ഇൻഫീരിയറിറ്റി കോംപ്ലക്സുള്ള ഒരു വിഭാഗം ചൈനക്കാർ. നിങ്ങൾ നോക്കൂ, നമ്മളൊന്ന് കാര്യമായിട്ട് സംസാരിക്കാൻ ചെന്നാൽ ഒരു ബാക്കോട്ട് ഒതുങ്ങിക്കൂടിയിരിക്കും. നമ്മള് സംസാരിക്കുന്നത് നമ്മളൊക്കെ വലിയ ആളുകളാണെന്നുള്ള ധാരണ ഒരു ഉള്ളില് ബില്ല് നമുക്ക് ഫേസ് എക്സ്പ്രഷൻ കാണാൻ പറ്റും. ആ ആളുകളെ യൂട്ടിലൈസ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും. ആ ഓരോ ആളുകൾക്കുമുള്ള കഴിവുകളെ ഒരു കൂട്ടായ്മയിലൂടെ കൊണ്ടുവന്ന് പ്രൊഡക്റ്റീവായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാന് അവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. ഓരോ നമ്മുടെ പഞ്ചായത്തുകൾക്ക് പോലും അത് സാധ്യമായി. അതിന് ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാലൊന്നും ഈ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ല. ഗവൺമെന്റ് ആശയങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം റിയാസ് ഭായ് എന്നോട് ആശ്ചര്യപൂർവ്വം ചോദിച്ചൊരു കാര്യം, സിഡ്കോക്ക് 64 ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളോ ചോദിച്ചല്ലോ. കേരളത്തില് കിൻഫ്രക്ക് എത്ര എസ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയോ? അറിയില്ല. കേരളത്തിൽ മൊത്തത്തിൽ ഏകദേശം 600-ലധികം വ്യവസായ എസ്റ്റേറ്റുകളുണ്ട്. കേരളത്തിൽ 600-ലധികം മിനി വ്യവസായ എസ്റ്റേറ്റുകളും വലിയ വ്യവസായ എസ്റ്റേറ്റുകളും DICയുടെ വ്യവസായ എസ്റ്റേറ്റുകളും ഇൻഗൽ പോലെയുള്ള ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ബിസിനസ് സ്ഥാപനങ്ങൾ 600-ലധികം സ്ഥാപനങ്ങളുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിയ ഒരാള് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. പല ആളുകൾക്കും ആ സംവിധാനങ്ങൾ അറിയാം. അപ്പൊ ആ ഒരു അവയർനെസ് നമ്മുടെ എന്ത് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആ കമ്മ്യൂണിറ്റിയിലൊക്കെ നടക്കണം. ഇപ്പൊ ഞാനൊക്കെ പറയാം, നമ്മൾ രണ്ടുപേരും ഇപ്പം ഒരു മുസ്ലിം മതവിശ്വാസികളാണ്. നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും ഇത്തരം ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. നമ്മുടെ പള്ളികളിലൊക്കെ നമുക്ക് ഇത്ര സാഹചര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനോട്
ഉണ്ട് 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 എന്നുള്ള അക്ഷരം ആ രണ്ട് വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ, ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവ് മോഡിലേക്ക് എത്തുമല്ലോ. തീർച്ചയായിട്ടും ഇല്ല 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 എന്നുള്ളത് മാത്രമല്ലല്ലോ പറയേണ്ടത്. ഉണ്ട് എന്നും കൂടെ പറയാം. മനുഷ്യരോട് ഉണ്ട് ഉണ്ട് അതേ പറയാൻ പാടുള്ളൂ എന്നാ ഞാൻ പറയുന്നത്. നമ്മുടെ മക്കളുടെ ഒക്കെ സമയത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഇങ്ങനെ സാധ്യതകളുണ്ട്, നമുക്ക് വ്യവസായ എസ്റ്റേറ്റുകളുണ്ട്, നമുക്ക് നല്ല മന്ത്രിസഭയുണ്ട്, നമുക്ക് നല്ല മന്ത്രിമാരുണ്ട്, മനുഷ്യത്വമുള്ള ആളുകളുണ്ട്, നമ്മളെ സഹായിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഉണ്ട് ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കും ഒരു പുതിയ തലമുറയോട്. നിങ്ങളുടെ ഈ ധാരണയൊക്കെ മാറും. പരിസ്ഥിതി സൗഹൃദമല്ല, വ്യവസായ സൗഹൃദമല്ല എന്നുള്ളത് അങ്ങനെ മാറുന്ന സമയത്ത് നമ്മൾ ലീഡർഷിപ്പ് മാറുമല്ലോ. തീർച്ചയായിട്ടും നമ്മളെ ലീഡർഷിപ്പിലും ഈ നെഗറ്റീവ് പറയുന്ന, നെഗറ്റീവ് ചിന്തിക്കുന്ന ആളുകൾ, നിങ്ങളിപ്പോ പറഞ്ഞു പിന്നെ വലിയൊരു എക്സിബിഷൻ സെന്റർ ഇല്ല. വലിയൊരു എക്സിബിഷൻ സെന്ററിന് വേണ്ടി കുറച്ച് സ്ഥലം കയറുമ്പോൾ അവിടെ കൊടി പിടിച്ചു വരും, അത് നമ്മുടെ വോട്ടിനെ ബാധിക്കുമോ, അടുത്ത ഇലക്ഷനെ ബാധിക്കുമോ എന്നൊക്കെ ഞങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാർ ചിന്തിക്കുമല്ലോ. തീർച്ചയായിട്ടും ഏറ്റവും എളുപ്പം എന്താ, ചെയ്യാതിരിക്കലല്ലേ. അതെ. അപ്പൊ അങ്ങനെ മാറുന്നതിന് പകരം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഉണ്ട്. ഇപ്പൊ നാഷണൽ ഹൈവേ, കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 20 വർഷം മുന്നേ തുടങ്ങിയ നാഷണൽ ഹൈവേക്ക് സ്ഥലം കൊടുക്കൂല എന്നുള്ള സമരത്തിനെ കുറിച്ച് ഇപ്പൊ ആരെയും ആലോചിക്കുന്നുണ്ടോ? ഓരോ വീടിന്റെ മുമ്പിലും പിന്നെ പട്ടിയെ സൂക്ഷിക്കുക എന്നുള്ള എഴുതിയ പോലെ നാഷണൽ ഹൈവേക്കാരൻ വന്നു കഴിഞ്ഞാൽ പട്ടിയെ പിന്നെ തുറന്നു വിടുന്ന രൂപത്തിലേക്കുള്ള ബോർഡ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു നമ്മളെ കാലഘട്ടത്തിൽ. അതേ വീട്ടുകാരെ സന്തോഷത്തോടു കൂടി ഇന്ന് കോഴിക്കോട്ടേക്ക് 20 മിനിറ്റ് കൊണ്ട് എത്തുന്ന, നിങ്ങളെ കാടപ്പടിയിൽ നിന്ന് പുറപ്പെട്ടാൽ അല്ലെങ്കിൽ കുണ്ടോട്ടിയിൽ നിന്ന് പുറപ്പെട്ടാൽ 20 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് എത്തുമ്പോൾ ഒരു ദീർഘ പിന്നെ വിശ്വാസത്തോട് നമ്മൾ പറയുന്നില്ലേ, ഓ നമ്മുടെ നാടും ഇങ്ങനെ ആയല്ലോ എന്ന്. തീർച്ചയായിട്ടും നമ്മളെ പറയുന്നില്ലേ, അവിടെ തന്നെ നമ്മൾ ഇല്ല ഇല്ല എന്നും പറയുന്നില്ലേ. തീർച്ചയായിട്ടും. അപ്പോ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങളോട് അപ്പിയർ ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുക, പുതിയ തലമുറ എനർജറ്റിക് ആയിട്ട് പിന്നെ ബിസിനസ് രംഗത്തേക്ക് വരിക, മാലിന്യ സംവിധാനങ്ങളിലടക്കം എന്റർപ്രണർഷിപ്പ്, ബിസിനസ് സാധ്യതകളെ കുറിച്ച് പാഠങ്ങൾ കൊടുക്കുക. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ്മാനിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നമുക്ക് നിയാസ്കയിൽ നിന്ന് കിട്ടി. സന്തോഷം. ഇത്രയും സമയം റിയാസ് ബി ടോക്കിൽ സംസാരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.